പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഒരാരാധന മനസ്സ് നിറച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആഴവും ഉയരവും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തു തന്നെയായാലും ഇതെല്ലാം പരിഹരിക്കാൻ അപ്പുറത്ത് കഴിവുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയിൽ നിന്നാണ് ആരാധന മുളപൊട്ടി വരുന്നത്. നമുക്ക് നന്ദി പറയാം. കർത്താവേ, ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കണ്ണീരിൻ്റെ ഈ കാലത്ത് അങ്ങേ ആരാധിക്കുവാൻ, ആരാധിച്ച് പരിഹാരം കാണുവാൻ, അങ്ങേ സ്നേഹത്താൽ എന്നെ നിന്റെ സന്നിധാനത്തിലേക്ക് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കുന്ന ഈ ആരാധനയ്ക്ക് പ്രത്യേക പരിഗണനയാൽ നീ എന്നെ ക്ഷണിച്ചതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എന്നെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണമേ. എന്റെ ഇന്നത്തെയും എക്കാലത്തെയും എല്ലാ യോഗ്യതയും ഓർത്തുകൊണ്ട് ഞാൻ മനസ്തപിക്കുന്നു. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ യോഗ്യത നൽകണമേ. എന്റെ കർത്താവേ, എന്റെ ആരാധനയെ സ്വീകരിക്കുന്നതിനായി നിന്റെ ആത്മാവിന്റെ അഭിഷേകത്തിൽ എന്നെ നിറക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഈശോമിശിഹായിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടിയുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളാണ് ഉടമ്പടിയുടെ ഉള്ളറകളിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത്. ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഉടമ്പടി എടുത്താലും ജീവിതം മുന്നോട്ട് പോകുന്നതനുസരിച്ച് പുതിയ പ്രതിസന്ധികളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പുതിയ പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദൈവമേ, ഞാൻ ഉടമ്പടി എടുത്തല്ല, എന്നിട്ടും എനിക്കെന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം വരണത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നാം. ഇതെന്താ വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ പഠിക്കുന്തോറും ടെൻഷനല്ലേ അല്ലേ? പഠിക്കുന്തോറും ടെൻഷനാണ്. ഈ പരീക്ഷയ്ക്ക് എന്നാ ടെൻഷൻ തീരണത്? പരീക്ഷയ്ക്ക് എന്നാണ് ടെൻഷൻ തീരണത്? 1ാം ക്ലാസ് വെച്ചിട്ട് പരീക്ഷ ഉണ്ടായത് ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2ാം ക്ലാസ്സിൽ തീർന്നില്ലല്ലോ. 2ാം ക്ലാസ്സിൽ പരീക്ഷ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ PhDക്ക് പോകുമ്പോഴും അവിടെ പരീക്ഷ ഉണ്ട്, ടെൻഷനുണ്ട് ഇല്ലേ? അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉയരുന്നതനുസരിച്ച് ഈ ടെൻഷൻ ബൈ ടെൻഷനാണ് നമ്മൾ ദൈവത്തിൽ ഉയർന്നു വരണത്.
ടെൻഷൻ ബൈ ടെൻഷനാണ്. അപ്പോൾ ഈ ടെൻഷനെ മാറ്റി നിർത്തിയിട്ട് ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ അനുഭവിക്കുന്നതിന് ടെൻഷനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പോസിറ്റീവായിട്ടാണ്. കാര്യം ഞാൻ ഈ ടെൻഷൻ്റെ ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഈ ടെൻഷൻ്റെ പ്രോബ്ലം ഉണ്ട്. എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്യണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ മതി, അത് ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ചെയ്ത് തീരണവരെ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പം ഞാനെന്ത് ചെയ്യും? എനിക്കങ്ങനെ വലിയ കൂട്ടുകാരൊക്കെ ഒന്നുമില്ല ഇങ്ങനെ നമുക്ക് ഒരു സപ്പോർട്ട് ചെയ്യാൻ ഉള്ള. എൻ്റെ ഒരു പഠനകാലം വെച്ച് കഴിഞ്ഞാൽ അത്ര കണ്ട് നല്ലൊരു കാലമല്ല, സപ്പോർട്ട് കുറവായിരിക്കും. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഒത്തിരിയേറെ കസിൻസും അങ്ങനെ ഒന്ന് കസിൻസൊക്കെ എനിക്കുണ്ട്, പക്ഷെ ഉള്ള അകലെയാണ് അവരൊക്കെ, അടുത്തൊന്നുമല്ല. അതുകൊണ്ട് ഡയറക്റ്റ് പേഴ്സണൽ സപ്പോർട്ട് കിട്ടത്തില്ല. അപ്പനാണെങ്കിൽ അപ്പൻ അധികം സംസാരിക്കുന്ന ആളല്ല, അപ്പൻ കൽപ്പിക്കുന്ന ആളാണ്, പക്ഷെ സ്നേഹിക്കും, അടുപ്പമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അപ്പൻ ക്ഷിപ്രകോപിയ. അപ്പം അത് എക്സ്ട്രാ ടെൻഷൻ ഉണ്ടാകും. പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് തീർന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ടെൻഷൻ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ ടെൻഷനെല്ലാം കുഞ്ഞുനാൾ തന്നെ അറിയാവുന്ന പ്രാർത്ഥനകളിലേക്ക് ഈ ടെൻഷനെല്ലാം പ്രാർത്ഥനയുടെ ഒരു ചാലിലൂടെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഈ കർത്താവിൻ്റെ മാലാഖ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ ഞാൻ കൊന്തയിൽ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഫിക്സ് ചെയ്യണേ? എന്തുകൊണ്ടാണ്? കർത്താവിൻ്റെ രൂപമാണ് ജപമാല എന്ന് പറയുന്നത്. അപ്പം അത് അന്ന് ഞാൻ അറിയാതെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് വിശ്വസിച്ചല്ല പ്രാർത്ഥിക്കണത്, സ്നേഹിച്ചാണ് പ്രാർത്ഥിക്കണത്. പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം വന്നുപോയി. ഈ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണം. നമ്മൾ പണ്ട് വിശ്വസിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഒരേ സാധനം തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇന്ന് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പണ്ട് നമ്മൾ വെള്ളം കുടിച്ചിരുന്നത് ദാഹം കെടാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത്, പിന്നെ കിഡ്നിയുടെ പ്യൂരിഫിക്കേഷൻ ഉണ്ടാകണം. ഇപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്കറിയാം. ഇപ്പം കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടുതൽ അറിയാം. കാര്യം അവരുടെ സിലബസ് എല്ലാം കുറച്ചുകൂടി മെച്ചമായ സിലബസ്സാണ്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണതല്ല, അവരതാണ് വാട്ടർ ബോട്ടിൽ കൂടെ നടക്കണതാണ്. പിള്ളേരുടെ എല്ലാവരുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, അവർ കുടിക്കുകയും ചെയ്യും കൃത്യമായിട്ട്. അവരുടെ തൊലിയൊക്കെ മിനുങ്ങിയിരിക്കണതിൻ്റെ കാര്യം എന്താണ്? വെള്ളം കുടിക്കണതാണ്. നമുക്ക് തൊലി മിനുങ്ങണത് നമുക്ക് വെള്ളം കുടിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഇല്ലേ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലിറ്ററിങ് ആയിട്ടിരിക്കുന്നത് വെള്ളം കുടിക്കണമായിട്ട് നമ്മൾ കണക്ട് ചെയ്തില്ല. സൗന്ദര്യത്തെ പോലും നമ്മൾ വെള്ളം കുടിക്കണമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. ദാഹം വരുന്നു, വെള്ളം കുടിക്കുന്നു. ഇപ്പം സൗന്ദര്യവും വെള്ളവുമായിട്ടല്ലേ ഏറ്റവും കൂടുതൽ. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അവരും പറയും വെള്ളം കുടിക്കാൻ പറയും, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറയും. തൊലിയൊക്കെ ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ഹൈഡ്രേറ്റഡ് ഇരിക്കുമ്പോൾ തന്നെ ആൾ കറുത്തു പോകും. ആൾ വെളുത്ത് വരാൻ വേണ്ടി വെള്ളം കുടിക്കാൻ പറയും. അപ്പോൾ വെള്ളത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിയില്ലേ, ഇല്ലേ? പണ്ട് ദാഹത്തിന് മാത്രം നമ്മൾ കുടിച്ചു, ഇപ്പം നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടി കുടിക്കുന്നു. ഈ ഒരു ഫോർമാറ്റ് ചേഞ്ചിങ് ആധ്യാത്മികതയിൽ വരണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ പിന്നെ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം, വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർ 1-2 ദിവസം ഇവിടെ സാക്ഷ്യത്തിനത് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ആൾക്കാരോട് സംസാരിക്കും. എൻ്റെ കുർബാനയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ച് രാത്രിയും പകലൊക്കെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ആൾക്കാരുടെ മുമ്പ് നിൽക്കുമ്പോൾ കർത്താവ് എനിക്ക് ദൈവിക രഹസ്യങ്ങൾ, കാര്യം നമ്മുടെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ട്രഷറാണിത്, പക്ഷേ ഭയങ്കര പ്രാക്ടിക്കലുമാണ്. ഈ ബൈബിളിൻ്റെ വചനങ്ങൾ അറിഞ്ഞ് ആപ്ലിക്കേറ്റ് ചെയ്താണ് നമ്മളിത് ദൈവത്തിൽ ഉയർന്ന് വളർന്നൊക്കെ വരണത്. അപ്പം അതുകൊണ്ട് ബൈബിളൊക്കെ കേൾക്കുമ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് എന്നെ ബാധിക്കുന്ന പ്രശ്നം. ഞാൻ കുർബാനത്തിൻ്റെ പറയില്ല, കുർബാനയ്ക്ക് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കത്തില്ല. അവരവർക്കും കുർബാനയുടെ മെയിൻ സംഭവം വാഴ്ത്തും കോൺസെക്രേഷനാണ് എന്ന് പറഞ്ഞിട്ട് കോൺസെക്രേഷൻ വരാൻ വേണ്ടി കാത്തിരിക്കും. എവങ്കേലിയോ പോലും ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അറിവില്ലായ്മ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്. കാര്യം കുർബാനയിൽ ഇതെല്ലാം ഒരുപോലെയാണ്. എവങ്കേലിയും മുറിക്കണതും
വചനം മുറിക്കണതും കർത്താവിൻ്റെ ശരീരം അൾത്താരെ മുറിക്കണതും രണ്ടും ഒരേ പ്രോസസ്സാണ്. അപ്പം അതുകൊണ്ട് തന്നെ വചന പ്രഘോഷണത്തിൽ ഇപ്പം വചനാധിഷ്ഠിതമായിട്ടാണ് ആ അച്ഛൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊതിയോടുകൂടി കേട്ടിരിക്കണം. വചനം എപ്പോഴും ഓരോ ടൂളാണ്. കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിമോൾ മാർട്ടിൻ, എൻ്റെ പപ്പ മാർട്ടിൻ പോൾ. ഞങ്ങൾ കാലടിയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിലൂടെ ഈശോ പരിശുദ്ധ അമ്മ വഴി തന്ന അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞാൻ 2023 +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി കയറി. 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ആദ്യത്തെ 2 അറ്റംപ്റ്റിൽ തന്നെ ഞാൻ 2 മൊഡ്യൂൾ ക്ലിയർ ചെയ്തു. പിന്നീട് പലവട്ടം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടണുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മയും പപ്പയും വല്യപ്പച്ചനും ഇങ്ങനെ കൃപാസനത്തെ പറ്റിയും ഉടമ്പടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു. അപ്പോഴൊന്നും എനിക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ 2019 ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് കോവിഡൊക്കെ വന്ന് പിന്നെ അത് പുതുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലിങ്ങനെ താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചു. അങ്ങനെ 2024 നവംബർ 24 ഞാൻ ആദ്യമായിട്ട് കൃപാസന ഉടമ്പടി എടുത്തു. ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിച്ചു. പിന്നെ ഡിസംബർ 7 എനിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസം ഒരു എക്സാം ഡേറ്റ് കിട്ടിയിരുന്നു 2 മൊഡ്യൂൾ എഴുതാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ പോയി കൃപാസനം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് തൈലം തേച്ചു. അവിടെ എക്സാം സെൻറ്ററിൽ ഉപ്പ് വിതറി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 1 മൊഡ്യൂൾ ഞാൻ ക്ലിയർ ചെയ്തു. 3 മൊഡ്യൂൾ അങ്ങനെയായി. അപ്പം ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ വച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് 2025 ഏപ്രിലിനുള്ളിൽ ജർമ്മനിക്ക് പോകാൻ പാകത്തിന് എന്തെങ്കിലും ആവാൻ വേണ്ടി ഒരു നിയോഗം വെച്ചിരുന്നു. കാരണം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് 1 മാസം മുന്നേ പ്രോസസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അവർ ഫുൾ മൊഡ്യൂൾ ആവാണ്ട് ഇൻ്റർവ്യൂ തരത്തില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരി മാസത്തേക്ക് അവരൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് അവിടെ ഞങ്ങൾക്ക് ഏജൻസിയിലായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ഉപ്പ് വിതറി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവാൻ സാധിച്ചു. ഏപ്രിലിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഓഗസ്റ്റ് മാസം അവിടെ കോഴ്സിന് കയറാൻ പാകത്തിന് ഓഫർ ലെറ്റർ വന്നു. പിന്നെ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കിട്ടണുണ്ടായിരുന്നില്ല. ഏജൻറ്റുമാരൊക്കെ ഭയങ്കര പൈസ 60,000 80,000 രൂപയ്ക്ക് പറയണ്ടായിരുന്നത്. അപ്പോൾ മാക്സിമം പൈസ കൊടുക്കാണ്ട് എടുക്കാൻ പാകത്തിന് ഞങ്ങൾ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു. പക്ഷേ അത് ക്യാൻസലായിപ്പോയി. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഓഗസ്റ്റിൽ ഞങ്ങൾക്ക് എത്താൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ഏജൻസി പറഞ്ഞു അവർക്ക് ഒരു മെയിൽ അയച്ചിട്ട് എക്സ്റ്റൻഷൻ തരുമോ ഇങ്ങനെ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ കിട്ടുകയാണെങ്കിൽ അത്ര സമയം കൂടി നമുക്ക് കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിലൊക്കെ സെറ്റാക്കി ഫോണിൽ തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മെയിൽ അയച്ചു. എനിക്ക് അമ്മ അനുഗ്രഹം കൊണ്ട് എനിക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അപ്പോൾ കുറച്ചുകൂടി സമയം കിട്ടി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് നോക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ B2 4ാമത്തെ മൊഡ്യൂളും കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പക്ഷേ ഒറ്റ മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് എക്സാം ഡേറ്റ് കിട്ടാനുണ്ടായിരുന്നില്ല. അതും 1 മൊഡ്യൂൾ മാത്രമായതുകൊണ്ട് തന്നെ ഏജൻസി ഭയങ്കര പൈസ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മനി പോയിട്ട് അത് എഴുതാമെന്നുള്ള മൈൻഡിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പൈസ കൊടുക്കാണ്ട് തന്നെ എക്സാം ഡേറ്റ് ഏജൻറ്റ് ഫീ കൊടുക്കാണ്ട് തന്നെ എനിക്ക് എക്സാം ഡേറ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സെപ്റ്റംബറിലേക്ക് ഒരു എക്സാം ഡേറ്റ് കിട്ടി. ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി അച്ഛൻ ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നു. അച്ഛൻ കാശ് രൂപം തന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി ബ്രെഡൊന്നും അങ്ങനെ ഇടയ്ക്ക് മാത്രമേ കൂടാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡെയിലി ബ്രെഡ് കൂടിയപ്പോൾ അച്ഛൻ അതിൽ ഇങ്ങനെ 44 എന്നുള്ളൊരു സംഖ്യ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് അത്ര കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പിന്നെ വൈകുന്നേരം എന്തോ അങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ആ ദിവസം തൊട്ട് 44ാമത്തെ ദിവസം എൻ്റെ എക്സാം ഡേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി
എക്സാമിന് പോയി അവിടെ ഉപ്പ് വിതറി തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതി. പിറ്റേ ദിവസം തന്നെ റിസൾട്ട് വന്നു. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ എക്സാം പാസ്സാവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ 4 മൊഡ്യൂളും ക്ലിയറായി. പിന്നെ വീണ്ടും വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റിന് വേണ്ടി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി നവംബർ മാസത്തേക്ക്. അതും പൈസ കൊടുത്തെടുത്തു. പക്ഷേ അതും പിന്നെയും ക്യാൻസലായിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പൈസ കൊടുക്കാണ്ട് നമുക്ക് തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ എടുക്കാൻ വേണ്ടിയൊരു ഓപ്ഷൻ വന്നു. അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. നവംബർ മാസത്തേക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് കാശ് രൂപം തന്നു. അത് എല്ലാ ദിവസവും ഡോക്യുമെൻറ്റ്സിൽ വെച്ച് കൊന്തയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നവംബറിൽ ഞാൻ കൊണ്ടുപോയി വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് പോയി ഡോക്യുമെൻറ്റ്സ് അവിടെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് വിസയ്ക്ക് നല്ല റിജക്ഷനുള്ള സമയമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പലരും വെച്ചിട്ട് എല്ലാവർക്കും റിജക്ഷൻ കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള പിള്ളേരൊക്കെ വീണ്ടും കയറി വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എങ്ങാനും അത് റിജക്ഷൻ ആയിക്കഴിഞ്ഞാലോ എന്ന് ഓർത്ത് സമയം പോകണ്ടെന്ന് വെച്ച് അവരത് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടു. എന്നോട് ഇടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇട്ടില്ല. അമ്മയ്ക്ക് തരുന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഡിസംബർ പകുതിക്ക് എനിക്ക് എൻ്റെ വിസ വന്നു. ടിക്കറ്റ് എടുത്തു. ജാനുവരി 15 ഞാൻ ജർമ്മനിക്ക് പോവാണ്. എനിക്ക് അമ്മ തന്ന അനുഗ്രഹമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ മറ്റൊരു സാക്ഷ്യം, എനിക്ക് എൻ്റെ കണ്ണിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കറുത്ത പാലുണ്ണി പോലെ ഒരു സാധനം കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. 5-6 വർഷമായിട്ട് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് ഈ ജർമ്മനിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അതുപോലെ ഡോക്ടറിനെ കൊണ്ടേ കാണിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പം അമ്മ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, നീ തൈലം തേച്ച് പ്രാർത്ഥിക്കുക, അത് പോവും, അമ്മ അത് മാറ്റിത്തരും എന്ന് പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ തൈലം തേക്കും. ഒരു ദിവസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കണ ഞാൻ കണ്ടു. ഇതേ സംഭവം തന്നെ കണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചാൽ അത് ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞ കാരണം ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തൈലം തേച്ച് പ്രാർത്ഥിച്ചു, അത് പോയി എന്നുള്ള സാക്ഷ്യം ഞാൻ കേട്ടു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ അമ്മ മാറ്റിത്തരും, ഉറപ്പായിട്ട് മാറ്റിത്തരും എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തൈലം തേച്ചു. പിന്നെ ആ കേസ് വിട്ടുപോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞു, നീ തൈലം തേച്ചില്ലേ, അത് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചു. പിറ്റേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ തേച്ചു. അതിൻ്റെ പിറ്റേ ദിവസം അതവിടെ ഇല്ല, അത് അവിടെ പോയി. അമ്മ അതെനിക്ക് മാറ്റിത്തന്നു. അതാണ് മറ്റൊരു സാക്ഷ്യം. ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് ആത്മീയമായിട്ട് വളരാനൊക്കെ സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ ഒക്കെ അങ്ങനെ പള്ളിയിലൊന്നും പോകത്തില്ലായിരുന്നു. ആകെ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോവും. പിന്നെ കുമ്പസാരമൊക്കെ ക്രിസ്മസ് ഈസ്റ്ററിന് മാത്രമൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഒരുപാട് മാറാൻ സാധിച്ചു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. കുമ്പസാരമൊക്കെ റെഗുലറായിട്ടുണ്ട്. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ നല്ല ഭക്തിയോടെ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. ബൈബിള് ഞാൻ പുതിയ നിയമം മൊത്തം വായിച്ചു, പഴയ നിയമം റെഗുലറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് മാറാൻ സാധിച്ചു. പിന്നെ എനിക്ക് നല്ല ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു. ആരോടും ക്ഷമിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും തൈലം വിമ്മ തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പം എനിക്ക് ഒട്ടും ദേഷ്യമില്ല. എല്ലാവരോടും ക്ഷമിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുക്കണേക്ക് മുന്നേ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാറുണ്ടായിരുന്നു. അവിടെ അപ്പച്ചമാരും അമ്മച്ചിമാരെയും കണ്ട് സംസാരിക്കും. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കും, ഭക്ഷണം വാരിക്കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇവിടെ വരുമ്പോഴൊക്കെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി വിതരണം ചെയ്യും. പിന്നെ അവിടെയും ഓൾഡ് ഏജ് ഹോമിൽ കൊടുക്കും. അവിടെ അവർക്ക് അമ്മേനെ പറ്റി അറിയാത്തവർക്ക് ഞാൻ കൃപാസന പറ്റി പറഞ്ഞു കൊടുക്കും, പത്രം വായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ സാമ്പത്തികം പോലെ അവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞായറാഴ്ചകളിൽ പൊതിച്ചോറുണ്ടാക്കിയിട്ട് അങ്കമാലി സ്റ്റാൻഡിലും ടൗണിലൊക്കെ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ പപ്പയ്ക്ക് കൊടുക്കും. എൻ്റെ പേര് മാർട്ടിൻ. ഞാൻ കാലടിയിൽ നിന്നു പറഞ്ഞു. ഞാൻ 2025 ഈ വർഷം മാർച്ച് മാസം 23 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഇപ്പം 2 പ്രാവശ്യം പുതുക്കി. എൻ്റെ ഉടമ്പടിയിലെ പ്രധാന നിയോഗങ്ങളിൽപ്പെട്ടതായിരുന്നു എൻ്റെ മകളുടെ 4 മൊഡ്യൂളും പാസ്സായിട്ട് ജർമ്മനിയിൽ പഠിക്കാൻ വിടണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകൻ്റെ ഒരു
അതുണ്ടായി മകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് മകളുടെ കാര്യം ഇപ്പോൾ റെഡിയായി. മകളിപ്പോൾ സാക്ഷ്യം പറഞ്ഞു. മാതാവ് അതിനുള്ള അനുഗ്രഹം തന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ടും കുറേ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട് മാതാവിൽ നിന്ന്. ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വിശ്വാസത്തിൽ അടുത്ത് ഉറച്ചൊന്നും നിൽക്കണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനിയാണെന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ബലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പാടുള്ള എല്ലാ ദിവസങ്ങളിലും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും കുർബാന സ്വീകരിച്ച് നല്ല രീതിയിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. അതിനു മുമ്പൊക്കെ ഞാൻ സന്ധ്യാപ്രാർത്ഥനയിൽ പുറത്ത് പോയേക്കാണെങ്കിൽ, ഞാൻ വരാൻ വൈകാണെങ്കിൽ അവിടെ പ്രാർത്ഥന ചെല്ലും, ഉണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കും. അങ്ങനെയായിരുന്നു. ഇപ്പം ഞാനില്ലാതെ ഒരൊറ്റ ദിവസം പോലും സന്ധ്യാപ്രാർത്ഥന ചെല്ലാറില്ല. അതിന് എൻ്റെ കുടുംബത്തിലെല്ലാവരും ഞങ്ങളൊന്നിച്ച്, ഞങ്ങളിപ്പോൾ 3 ആളുള്ളൂ, എല്ലാവരും ഒന്നിച്ച് എൻ്റെ നല്ല ഭക്തിയോടുകൂടി സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട്. പിന്നെ ബാക്കി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ആളായിരുന്നു. ഞങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങനെയുള്ളതാണ്. ഇപ്പം ആരോടും ക്ഷമിക്കാൻ പറ്റില്ല. ദേഷ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ടൊക്കെ ദിവസങ്ങളോളം മിണ്ടാതെ നടന്നൊക്കെ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്നോട് എന്തെങ്കിലും ഉദ്ദേശം എനിക്ക് ആരോടെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്നെ ദ്രോഹിച്ചു അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ചു എന്നൊക്കെ തോന്നിയവരോട് എനിക്ക് മനസ്സിൽ ഭയങ്കര വൈരാഗ്യ ബുദ്ധി പോലെ, അത് മാറാത്ത രീതിയിലൊക്കെ അവരെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടാൽ വളരെ സന്തോഷം. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണ്, ഉടമ്പടി മൂലം ഉണ്ടായതാണ്. എനിക്ക് ഞാൻ എൻ്റെ കുടുംബവും പാടുന്നിടത്തോളം കാലം ഉടമ്പടിയിൽ ജീവിക്കുകയും മാതാവിൻ്റെ ഭക്തരായി ജീവിക്കാനും സാധിക്കണമെന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ മകൾ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ പത്രമൊക്കെ ഞങ്ങളിവിടെ വരുന്ന സമയങ്ങളിലൊക്കെ പത്രം എടുത്ത് എല്ലായിടത്തൊക്കെ കൊടുക്കാറുണ്ട്. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയി കാണാറുണ്ട്. പിന്നെ എൻ്റെ അറിവിലുള്ള രോഗികൾ ആരോടെങ്കിലും ഞാൻ പറയും, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോ. രാത്രി ഏത് ടൈമിലും ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോകാറ്, അവർക്ക് ചെയ്യാവുന്നവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും മകൾ പോണ സെൻറ്ററിൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞവർ ഞായറാഴ്ചകളിൽ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ പറ്റുന്ന രീതിയിലുള്ളൊക്കെ സാമ്പത്തികമായിട്ട് ചുറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം എൻ്റെ മാതാവാണ്. കൃപാസന മാതാവിന് എൻ്റെ 1000 നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ് സണ്ണി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കല്ലേറ്റുംകരയിൽ നിന്ന് വരുന്നു. എൻ്റെ കൂടെയുള്ളത് എൻ്റെ അപ്പച്ചൻ സണ്ണി വൈലിക്കോടത്ത്, അമ്മ അൽഫോൺസ സണ്ണി. ഇരിഞ്ഞാലക്കുട രൂപതയിലെ കല്ലേറ്റുംകര ഉണ്ണിമിശിഹ ഇടവകയിൽ നിന്ന് വരുന്നു. കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇടവകയിലുള്ളവരൊക്കെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വരാൻ സാധിച്ചത് 2025 ജൂലൈ മാസത്തിലാണ്. ഞാൻ ഇരിഞ്ഞാലക്കുട ഒരു കോളേജിലെ ഫിസിക്സ് സെൽഫ് ഫൈനാൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് 2020 മുതൽ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അന്ന് മുതൽ PhD ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസുകളും ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഒന്നും സെലക്ട് ആയിരുന്നില്ല. അതിനുശേഷം ജൂലൈ മാസത്തിൽ 14-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. തുടർന്ന് 3 മാസം കഴിഞ്ഞപ്പോൾ 90 ദിവസം കഴിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻട്രൻസ് എഴുതി നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള SRM യൂണിവേഴ്സിറ്റിയുടെ PhD എൻട്രൻസ് എഴുതി. അതിനുശേഷം അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ സഹായത്താൽ ഇൻ്റർവ്യൂ പാസ്സായി. ഈ വരുന്ന ജനുവരി 15 അവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഓഫർ ലെറ്റർ വന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ എക്സാം എഴുതിയപ്പോൾ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എക്സാം എഴുതിയിരുന്നത്. മുമ്പും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിലും പാസ്സാവാതിരുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും PhD അഡ്മിഷൻ ശരിയായിരുന്നില്ല. തുടർന്ന്
കഴിഞ്ഞ മാസത്തിൽ ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോൾ നമ്മുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ്, വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ടുപോയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. ഇത് ഈശോയുടെ ഹിതമാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ടൈം ഷോർട്ടൺ ചെയ്ത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ഇത് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് പറഞ്ഞു. ഇത് ഈശോയുടെ ഹിതമല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയാൽ സഹായത്താൽ 5 വർഷമായിട്ട് 2020 മുതൽ ശ്രമിച്ചു കൊണ്ടിരുന്നിട്ട് ശരിയാവാതിരുന്ന അഡ്മിഷൻ ഈ ഒരു 90 ദിവസത്തിൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ട് അനുഗ്രഹിച്ചു. PhD ചെയ്യാനും ഉള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിച്ചു. ജനുവരി 15 ഇപ്പോൾ ജോലി ചെയ്യുന്ന കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് അമരാവതിയിലുള്ള SRO യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. മറ്റൊരു ഉടമ്പടി സാക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചന് 5 മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. ഇവിടെയുള്ള ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന അഖണ്ഡ ജപമാല റാലിയിലേക്ക് വരാമെന്ന് തീരുമാനിച്ച അപ്പോൾ തന്നെ അപ്പച്ചന് പുതിയൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അഖണ്ഡ ജപമാല റാലിയിൽ വന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഡിസംബർ 7-ാം തീയതി വന്ന് പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മ അനുഗ്രഹിച്ചു. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിലൂടെ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അമ്മയോട് പറഞ്ഞ് ഇതിങ്ങനെ ചെയ്യാണ്, ഇത് ദൈവഹിതമാണെങ്കിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ കുർബാനയിൽ കുറച്ചും കൂടിയും നന്നായി പങ്കെടുക്കുവാനും കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഉടമ്പടി നിബന്ധനകളായ രോഗി സന്ദർശനം, മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചു. ഉടമ്പടിയിലൂടെ ആത്മീയമായിട്ട് കൂടുതൽ വളരുവാനായിട്ട് സാധിച്ചു. ആത്മീയ ജീവിതത്തിനൊരു കുറച്ചും കൂടിയും കൂടിയ ഒരു ടൈം ടേബിൾ, ഒരു ക്രമം വരുന്നതായിട്ട് മനസ്സിലായി. നമ്മുടെ രാവിലെ 5:30-ക്കുള്ള ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കുകയും വിശുദ്ധ കുർബാനയിൽ കുറച്ചും കൂടിയും കൂടുതൽ തീഷ്ണതയോടെ പങ്കെടുക്കാനും ഇടവകയിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുവാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും രോഗികളെ സന്ദർശിക്കാനും ഒക്കെ ഈ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ കൂടുതൽ പങ്കെടുക്കുവാനും സാധിച്ചു. പരിശുദ്ധ അമ്മയിലൂടെ കൃപാസനം പ്രസാദപരനാഥയിലൂടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ കുടുംബം ഒന്നിച്ച് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു.